ദൈവവചനത്തിലേക്ക് ചുരുക്ക മിനിറ്റുകളിലൂടെ നമുക്ക് ധ്യാനിക്കാം. ദൈവത്തിന് സ്തോത്രം. ഈ 95 സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യവും 6-ാം വാക്യവും ദയവായിട്ടൊന്ന് വായിച്ച് സഹായിക്കണേ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വരുവീൻ നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. വരുവീൻ നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. ദൈവത്തിന് സ്തോത്രം. വരുവീൻ എന്നുള്ളൊരു ആഹ്വാനത്തോടു കൂടിയാണ് ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സഭാഹാളിൽ നമ്മളെല്ലാവരും വന്നിട്ടുണ്ടെന്നുള്ളതൊരു സത്യമാണ്. എന്നാൽ ഒരർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ശരീരം എവിടെ ഇരിപ്പുണ്ട്, എന്നാൽ നമ്മുടെ മനോമണ്ഡലം എവിടെയാണെന്ന് സ്വയം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഉപജീവന ചിന്തകളോടുള്ള ബന്ധത്തിലും സാമൂഹിക തലത്തിലും ബാഹ്യ തലത്തിലും വിവിധ നിലകളിൽ നമ്മുടെ മനോമണ്ഡലം എങ്ങോ അകലങ്ങളിലൂടെ ഇങ്ങനെ പരതുകയും ശരീരം ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടെന്നുള്ളതൊരു സത്യമാണ്. പ്രവാചകനായ യെശയ്യാവ് ഇസ്രായേലിൻ്റെ മുഖത്ത് നോക്കി ഇസ്രായേലിനോടൊരു കാര്യം പറയുന്നുണ്ട്. ഇസ്രായേലെ, നിങ്ങൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും ദൈവത്തിൻ്റെ യാതയാതനായ പുത്രനും ഒക്കെയാണ് സത്യം. പക്ഷേ നിങ്ങളെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ഒരു കാര്യം പറയുന്നു എന്ന് പറഞ്ഞിരിക്കുക. യെശയ്യാ പ്രവചനം നമുക്ക് എടുക്കാം. അതിന് 29-ാം അധ്യായം 13-ാം വാക്യം ഒന്ന് വായിച്ചു. ഈ ജനം അടുത്തു വന്നു വായ് കൊണ്ടും അധരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും തങ്ങളുടെ ഹൃദയത്തെ അവർ എങ്കിൽ നിന്ന് ദൂരത്ത് അകറ്റി വെച്ചിരിക്കുന്നു. എന്നോടുള്ള അവരുടെ ഭക്തി മനപ്പാഠമാക്കിയ മനുഷ്യ കൽപ്പനയത്രേ. ദൈവത്തിൻ്റെ മഹത്വം. ഈ ജനം അടുത്തു വന്ന് വായ് കൊണ്ടും അധരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു. ഞാൻ കാണുന്നുണ്ട്. അവർ അധരം കൊണ്ടും വായ് കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു. ഞാൻ കാണുന്നു, ഞാൻ കേൾക്കുന്നു. എന്നാൽ അവരുടെ ഹൃദയത്തെ അവർ എങ്കിൽ നിന്നും വളരെ ദൂരെ എവിടെയോ അകറ്റി വെച്ചിരിക്കുന്നു. എന്നോടവർ ഭക്തി കാണിക്കുന്നുണ്ട്. അതെല്ലാം അവർ മനപ്പാഠമാക്കിയിരിക്കുന്ന മാനുഷ്യ കൽപ്പന അത്രേ. അവർ മനപ്പാഠമായി ചൊല്ലുന്നു. അവർ മനപ്പാഠമായി പ്രാർത്ഥിക്കുന്നു. അവർ മനപ്പാഠമായി പാടുന്നത് പോലെ പാടുന്നു. പക്ഷെ അവരുടെ ഹൃദയം ദൈവസന്നിധിയിൽ നിന്ന് വളരെ ദൂരെ തകറ്റി വെച്ചിരിക്കുന്നു. ഈ വാക്യം നമ്മുടെ കർത്താവും പറയുന്നുണ്ട്. യെശയ്യാ പ്രവാചകൻ എടുത്തിരിക്കുന്നതായ ഈ വാക്യം, എല്ലാ വാക്യങ്ങളൊന്നും കർത്താവ് ഉദ്ധരിക്കുന്നില്ല. എന്നാൽ ഈ വാക്യം പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവ് മർക്കോസ് സുവിശേഷം 7-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ പറയുന്നു. ഇതേ സെന്റൻസ് തന്നെ പറയുക. നിങ്ങൾ വായ് കൊണ്ടും അധരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഹൃദയം വളരെ ദൂരത്ത് എവിടെയോ അകറ്റി വെച്ചിരിക്കുക. ഹല്ലേലൂയ. നമ്മുടെ ശരീരം ദൈവസന്നിധി കൊണ്ടുവരുവാൻ കഴിഞ്ഞിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ മനസ്സ്, നമ്മുടെ ഹൃദയം, നമ്മുടെ ആത്മാവ് ദൈവസന്നിധിയിൽ എത്തിക്കുവാൻ തക്കവണ്ണം അതിന് മറ്റൊരു പ്രൈസാ ദേഹം, ദേഹി, ആത്മാവ് സമ്പൂർണമായും ദൈവസന്നിധിയിൽ കൊണ്ടുവരുവാൻ ദൈവം നമുക്ക് കൃപ നൽകുമാറാകട്ടെ. ഹല്ലേലൂയ. ഇനി എന്തിനാണ് ഇങ്ങനെ ദൈവസന്നിധിയിൽ കൊണ്ടുവരുന്നത്? ആരാധനയ്ക്ക് വേണ്ടി. 6-ാം വാക്യത്തിൽ വളരെ വ്യക്തമാണ്. വരുവീൻ നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുവാൻ, ദൈവസന്നിധിയിൽ വണങ്ങി നമസ്കരിക്കുവാൻ ദൈവസന്നിധിയിൽ വന്നേ മതിയാവൂ. ഹല്ലേലൂയ. ദൈവം നമ്മളെ കുറിച്ച് അത് ആഗ്രഹിക്കുന്നു. പലതിനോടും വിട പറഞ്ഞ് പലതിൽ നിന്നും മനസ്സിനെ മാറ്റി ദൈവസന്നിധിയിൽ ഏകാഗ്രതപ്പെടുത്തുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ കർത്താവിൽ പ്രബോധിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുക. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ കടന്നു വരിക. എന്നിട്ട് കടന്നു വന്നിട്ട് നമ്മൾ 1-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ
യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക. നമ്മുടെ ആരാധനയിൽ നമ്മുടെ മനോമണ്ഡലം മറ്റെവിടെയോ സഞ്ചരിച്ച് ദുഃഖത്തിൽ ബന്ധിക്കപ്പെടരുത്. പിശാച് ഏതെങ്കിലും വിഷയത്തോടുള്ള ബന്ധത്തിൽ ഭീതി കൊണ്ടുവന്ന്, അസ്വസ്ഥത കൊണ്ടുവന്ന്, അസമാധാനം കൊണ്ടുവന്ന് നമ്മളെ ഞെരുക്കരുത്. കർത്താവിൽ വിടുതൽ പ്രാപിച്ചതിനാൽ സന്തോഷിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം. ഭൗതികമായ പല നേട്ടങ്ങളും മറ്റുള്ളവർ കൈവരിച്ചതുപോലെ കൈവരിക്കാൻ കഴിഞ്ഞില്ലെന്നുള്ളതിൽ നമ്മൾ ദുഃഖിക്കണ്ട. നമുക്ക് നമ്മുടെ ആത്മാവിനെ രക്ഷിക്കാൻ കഴിഞ്ഞല്ലോ, നമുക്ക് രക്ഷിക്കപ്പെടാൻ കഴിഞ്ഞല്ലോ. അതിനുവേണ്ടി പിതാവ് തന്നെ പുത്രനെ കാൽവറിയിൽ തന്ന് നമ്മളെ രക്ഷിച്ചു. അതാണ് ഒന്നാമതായി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നന്മ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഒന്നാമതായി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹം, പിതാവ് തന്നെ പുത്രനെ തന്നു, നമ്മളെ രക്ഷിച്ചു, നമ്മുടെ ആത്മാവിനെ രക്ഷിച്ചു. അതോടുകൂടി മറ്റു പല വിഷയങ്ങളിലും ദൈവം നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദൈവസന്നിധി വന്നിരുന്ന് നമ്മൾ ഭാരപ്പെടരുത്. പലരുടെയും ശരീരം ഇവിടെ കൊണ്ട് വെച്ചിട്ട് മനസ്സ് പലതിലും വ്യാകുലപ്പെടുക, മനസ്സ് പലതിലും വേദനപ്പെടുക, മനസ്സ് പലതിലും ഭയപ്പെടുക, പലതിനെ ഓർത്ത് ഭയപ്പെടുക. ഞാൻ ഇന്ത്യ ബന്ധിക്കോ ദൈവസഭ വന്ന് ആദ്യം പാമ്പാടി സെൻറ്ററിലായിരുന്നു 10 കൊല്ലം. അപ്പോൾ അവിടുത്തെ സെൻട്രൽ പാസ്റ്റർ ആയിട്ടിരുന്ന പാസ്റ്റർ PK ചാക്കോച്ച എന്ന് പറയുന്ന ഒരു ദൈവദാസനായിരുന്നു. ഇവിടെ ഉള്ള പഴയ ആളുകൾക്ക് പലർക്കും ആ അപ്പച്ചനെ അറിയാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ പാസ്റ്റർ സാം തോമസ് ഒക്കെ താമസിക്കുന്ന വീട്ടിലെ കുഞ്ഞുവാള ആൻറ്റിയുടെയും ലില്ലിക്കുട്ടി ആൻറ്റിയുടെയും ഒക്കെ ഫാദർ. അദ്ദേഹം ഈ ചങ്ങനാശ്ശേരിക്ക് അടുത്ത് മാമൂടിൻ്റെ അടുത്ത് കണിച്ചോളം എന്നൊരു സ്ഥലമുണ്ട്. കണിച്ചോളം നമ്മുടെ ഷാജി അലക്സിൻ്റെ ഒക്കെ വീട് ആ ഭാഗത്താണ്, കണിച്ചോളം. അവിടെ ഒരു മാസയോഗത്തിന് PK അപ്പച്ചൻ പ്രസംഗിച്ചൊരു എക്സാമ്പിൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഈ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാത്ത ചില കാര്യങ്ങളുണ്ട്. സ്തോത്രം. ഒരു വിഷയം പ്രസംഗിച്ച് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു എക്സാമ്പിൾ, എൻ്റേതല്ല അദ്ദേഹത്തിൻ്റെതാണ്, ഞാൻ എടുത്തു പറയുന്നതേ ഉള്ളൂ. ഒരു നമ്പൂരിച്ചൻ ഇങ്ങനെ ഒരു ആറിൻ്റെ തീരത്തൂടെ ഇങ്ങനെ പോവുക. ആഴമുള്ള ആറാ, വീതി ഉള്ള ആറാ. അതിൻ്റെ അതിലേക്ക് ആറിൻ്റെ അക്കരെ ഒരു വീട്ടിൽ ഒരു നായെ ഇരുമ്പ് തോടലയിൽ ഇങ്ങനെ പൂട്ടിയിട്ടിരിക്കുക. പക്ഷേ ഈ നമ്പൂരിച്ചനെ കണ്ട ഈ നായ ഭയങ്കര ശക്തിയായിട്ട് കുരച്ച് ഇത് 4 കാലം ചാടുക. അപ്പോൾ അദ്ദേഹം ആർന്നിക്കരയാണ് നിൽക്കുന്നതെങ്കിലും വളരെ ഭയപ്പെട്ട് വളരെ വിഷമിച്ച് നിൽക്കുന്ന കണ്ടപ്പോൾ മറ്റൊരാൾ ചോദിച്ചു, എന്താ ഇത്രയും ഭയപ്പെടുന്നതിന്? അന്നേരം അദ്ദേഹം പറഞ്ഞത്, ആ നായുടെ തോടല് പൊട്ടിപ്പോവുകയും ആറ്റിലെ വെള്ളം വറ്റിപ്പോവുകയും ചെയ്തു. എൻ്റെ സ്ഥിതി എന്തായിത്തീരും? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു കാരണവശാലും സംഭവിക്കാത്ത ചില വിഷയങ്ങളെ ഓർത്ത് ഭയപ്പെടുക. ഈ ആരാധനയിൽ പലരും വേണ്ട പോലെ സ്വോത്രം പറയുന്നില്ല എന്നുള്ളൊരു കംപ്ലൈന്റ് നമ്മളെ കുറിച്ചുണ്ട്. സത്യം പറയട്ടെ, ഈ നായുടെ തുടരെ പൊട്ടിപ്പോകുമോ എന്നുള്ള പേടിയിൽ പലരും ഇവിടെ ഇരിക്കുക. എൻ്റെ ദൈവമേ, ആറ്റിലെ വെള്ളം വറ്റിപ്പോകുമോ? നായുടെ തുടരെ പൊട്ടിപ്പോകും. ഏതെങ്കിലും വിഷയത്തോടുള്ള ബന്ധത്തിൽ പരാജയം സംഭവിക്കുമോ? അതെന്നെ വിഴുങ്ങിക്കളയുമോ? ഭയപ്പെടുത്തുമോ? എന്നെ പിടികൂടുമോ? ഇങ്ങനെയൊക്കെയുള്ള ഫീലിങ്സ് പ്രസംഗിക്കുന്ന എന്നെയും നിങ്ങളെയൊക്കെ ഒരു പരിധി വരെ ശത്രു ഇങ്ങനെ കൊണ്ടുവരാറുണ്ട്. എന്നാൽ ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ നാം വളരെ ഫ്രീ ആയി കർത്താവിൽ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം, പ്രൈസ് ദി ലോർഡ്, യഹോവയുടെ സന്നിധിയിൽ നമ്മുടെ വിഷയം ഇട്ടുകൊണ്ട് നമ്മൾ വളരെ സ്വസ്ഥത, മനസ്സുഖം അനുഭവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുക. അതിവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ, യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിട്ട് ദൈവത്തെ ആരാധിപ്പാൻ.
എന്ന് വെച്ചാൽ അത്രത്തോളം സന്തോഷിപ്പാൻ തക്കവണ്ണം നിങ്ങൾ ദൈവത്തിൽ നിന്ന് നന്മ കൈപ്പറ്റിയിട്ടുണ്ടെന്ന്. അതാ വിഷയം. അത്രത്തോളം സന്തോഷിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ യോഗ്യരാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ആവർത്തന പുസ്തകം ഒന്ന് എടുക്കണം. അതിന്റെ 16-ാം അധ്യായം 11-ാം വാക്യം ഒന്ന് വായിക്കണേ. Deuteronomy chapter 16 verse 11. നിന്റെ ദൈവമായ യഹോവ തന്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തു വെച്ച് നീയും നിന്റെ പുത്രനും പുത്രിയും നിന്റെ ദാസനും ദാസിയും നിന്റെ പട്ടണങ്ങളിലുള്ള ലേവ്യനും നിന്റെ ഇടയിലുള്ള പരദേശിയും അനാഥനും വിധവയും നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ സന്തോഷിക്കണം. കേട്ടോ, നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ സന്തോഷിക്കണം. യഹോവ തന്നെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വെച്ച് നീ സന്തോഷിക്കണം. നിന്റെ പുത്രന്മാർ സന്തോഷിക്കണം, പുത്രിമാർ സന്തോഷിക്കണം, ദാസന്മാർ സന്തോഷിക്കണം, ദാസിമാർ സന്തോഷിക്കണം, നിന്റെ പട്ടണത്തിലുള്ള ലേവ്യൻ സന്തോഷിക്കണം, നിന്റെ ഇടയിലുള്ള പരദേശിയും അനാഥനും വിധവയും നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ സന്തോഷിക്കണം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് പലയിടങ്ങളിൽ സന്തോഷിക്കുന്ന കാര്യം പറഞ്ഞു. എന്നാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കണം. സോറി, ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളോട് ഉപദേശിക്കട്ടെ. ഞാൻ പിന്നെയും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കണം. ഏത് ലേഖനത്തിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ഫിലിപ്പ്യ ലേഖനത്തിൽ. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിനെന്ന് ഞാൻ പിന്നെയും പറയുന്നു. ഹല്ലേലൂയ. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. അതോടൊപ്പം ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ഇതല്ലയോ നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം. പലപ്പോഴും നമ്മുടെ സന്തോഷിക്കേണ്ട പോലെ സന്തോഷിക്കുവാൻ കഴിയാതെ എന്തോ വ്യാകുല ചിന്തകളാൽ ഇങ്ങനെ ഭാരപ്പെടുക. ഹല്ലേലൂയ. അവിടെ കർത്താവിൻ്റെ ഐക്യകാലത്ത് കർത്താവ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് തൻ്റെ അടുക്കൽ വന്ന ആ യഹൂദജനത്തെ നോക്കിക്കൊണ്ട് കർത്താവ് പറയുക, ഞാൻ നിങ്ങളോടൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പന പ്രമാണിച്ച് പിതാവിൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നു. നിങ്ങളും അതുപോലെ എൻ്റെ കൽപ്പന പ്രമാണിച്ചിട്ട് എൻ്റെ സ്നേഹത്തിൽ നിങ്ങൾ വസിക്കുക. അങ്ങനെയെങ്കിൽ എൻ്റെ സന്തോഷം നിങ്ങളിലിരിക്കുകയും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുകയും ചെയ്യും. അല്ലേ? എന്നെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തത്വമാണ് കർത്താവോട് പറഞ്ഞത്. നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞാൻ ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്യും. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പന പ്രമാണിച്ച പിതാവിൻ്റെ സ്നേഹത്തിൽ വസിക്കും. നിങ്ങളും എൻ്റെ കൽപ്പന പ്രമാണിച്ച് എൻ്റെ സ്നേഹത്തിൽ വസിക്കുക. അങ്ങനെയെങ്കിൽ എൻ്റെ സന്തോഷം പ്ലസ് നിങ്ങളുടെ സന്തോഷം സമം. നിങ്ങളുടെ സന്തോഷത്തിന് പൂർണ്ണത, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. ഒറ്റ വാക്കുകൾ വായിക്കണമേ. ആവർത്തന പുസ്തകം 12:7 വായിച്ച് അവസാനിപ്പിക്കാം. ആവർത്തന പുസ്തകം തന്നെ 12-ാം അധ്യായം 7-ാം വാക്യം. എന്തിനാണ് സന്തോഷിക്കുന്നത്? അവിടെ നിങ്ങളുടെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ വെച്ച് നിങ്ങൾ ഭക്ഷിക്കുകയും നിങ്ങളുടെ സകല പ്രവൃത്തിയിലും നിന്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിച്ചതിനെ കുറിച്ച് നിങ്ങളും നിങ്ങളുടെ കുടുംബങ്ങളും സന്തോഷിക്കുകയും വേണം. നിങ്ങൾ കഴിക്കുന്ന നല്ല ആഹാരം ഉണ്ടല്ലോ, നിങ്ങൾ ആഹാരം കഴിക്കുമ്പോൾ കൂടാതെ നിങ്ങളുടെ സകല പ്രവൃത്തി, നിന്റെ ദൈവമായ യഹോവ നിന്നെ സകലത്തിലും അനുഗ്രഹിച്ചതെല്ലാം ഓർത്ത് നിങ്ങളും നിങ്ങളുടെ കുടുംബങ്ങളും സന്തോഷിക്കണമെന്ന്. ദൈവത്തിന് സ്തോത്രം. കർത്താവിൽ സന്തോഷിക്കുവാൻ എത്രയെല്ലാം അനുഭവങ്ങൾ, ആത്മീയ വിഷയങ്ങളിലും ഭൗതിക തലത്തിലും നമ്മൾ ദുഃഖിതരായിരിക്കാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിക്കുക. നെഹമ്യായുടെ പുസ്തകത്തിൻ്റെ വാക്യമുണ്ട്, യഹോവയിങ്ങനെ സന്തോഷം നിങ്ങളുടെ ബലമാകും. നമ്മുടെ ബലം എന്ന് പറയുന്നത് യഹോവയിങ്ങനെ സന്തോഷം. ആരാധനയ്ക്ക് ഞായറാഴ്ച കടന്നു വരുന്നത് നമ്മൾ ദുഃഖിതരായി വളരെ വിഷണ്ണരായിരിക്കാനല്ല കേട്ടോ. പിന്നെയോ യഹോവയിങ്ങനെ സന്തോഷിക്കണം. ദൈവം എനിക്ക് ചെയ്യുന്ന സകല നന്മകളെ ഓർത്ത് സന്തോഷിക്കുവാൻ ദൈവമായ കർത്താവ് നമുക്ക് നൽകട്ടെ. ഏൽപ്പിച്ചു കൊടുക്കാം, സമർപ്പിക്കാം, വിനയപ്പെടാം, നമുക്ക് എളിമപ്പെടാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകും.